ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. സുധാംശു. പേരുപോലെ തന്നെ വിചിത്രവും സുന്ദരവുമാണ് ആ ജീവിതവും. സ്വദേശം എറണാകുളത്താണെങ്കിലും ദേശങ്ങൾക്കും ഭാഷകൾക്കും അപ്പുറത്തേക്ക് നിരന്തരം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹം കോഴിക്കോട് നങ്കൂരമിട്ടത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ്. കവി, നാടകകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നിങ്ങനെ പലതുമാണ് സുധാംശു. കോഴിക്കോട് വെച്ച് ഈ അടുത്തിടെയാണ് തന്റെ പ്രഥമ കവിതാ സമാഹാരമായ കാടിറക്കം പ്രസിദ്ധീകരിച്ചത്. ആ സർഗജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ ആർട്ട് കഫേ. സുധാംശു എന്ന പേര് ശരിക്കും ഇത് തന്നെയാണോ പേര്? ഈ പേരിലേക്ക് അങ്ങനെയല്ല, അതല്ല എൻ്റെ പേര്. അതെൻ്റെ സുഹൃത്തുക്കൾ എന്നെ ഇട്ട പേരാണത്. അത് പിന്നെ ഞാനത് സ്വീകരിക്കുകയാണ് ചെയ്തത്. സുധാകരൻ എന്നായിരുന്നു. അത് ഞാൻ മാറ്റിവെച്ചു. സുഹൃത്തുക്കളുടെ പേര് ഞാൻ സ്വീകരിക്കുകയാണ് ചെയ്തത്. കളമശ്ശേരിയിലെ ബന്ധങ്ങളാണ് നല്ല എന്നെ വായിക്കാനും മറ്റും പ്രേരിപ്പിച്ച സുഹൃത്ത് അബൂബക്കറാണ് ആ പേരെന്നെ നിർദ്ദേശിച്ചത്. അങ്ങനെ ആ പേരിലേക്ക് വന്നു. എഴുതുമ്പോഴെല്ലാം ആ പേര് ഞാൻ സ്വീകരിച്ചു. പല പേരുകളും ഞാൻ വയ്ക്കാറുണ്ടായിരുന്നു. RS തൂമ്പുങ്കൽ ഒരു തോടിൻ്റെ പേരായിരുന്നു. ആ തോടിൻ്റെ പേരും വെച്ചിട്ട് ഞാൻ എഴുതുമായിരുന്നു പല ലിറ്റിൽ മാഗസിനിലും. എങ്ങനെയായിരുന്നു സുധാംശുവിൻ്റെ ഒരു ബാല്യകാലം? ബാല്യകാലം വളരെ സന്തോഷകരമായിരുന്നു. വളരെ ആനന്ദകരമായിരുന്നു. കുട്ടിക്കാലത്ത് മാങ്ങ പറക്കി നടക്കുന്ന ആ കാലഘട്ടം മുതൽ സ്വന്തമായിട്ട് എനിക്ക് റേഡിയോ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അച്ഛൻ വാങ്ങി തന്നാണ്. അതിൻ്റെ ലൈസൻസ് എൻ്റെ പേരിൽ തന്നെയായിരുന്നു. അങ്ങനെ റേഡിയോ ആയിട്ട് എനിക്ക് വളരെയധികം ബന്ധമുണ്ടായിരുന്നു. ഫോട്ടോ വരെ എടുത്തിട്ടുണ്ട് മടിയിൽ വെച്ചിട്ട്. റേഡിയോ എവിടെ പോയാലും റേഡിയോ ഉണ്ടായിരുന്നു. എപ്പോഴും പാട്ട് കേൾക്കുമായിരുന്നു, മുടങ്ങാതെ പാട്ട് കേൾക്കുമായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതം അതെൻ്റെ ഭയങ്കര ഒരു റിച്ച് കാലഘട്ടമായിരുന്നു. ചെവിട്ടിൽ റേഡിയോ വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക. രാവിലെ പുലർച്ചെ തുറക്കുമ്പോൾ ആ മ്യൂസിക്കോടുകൂടി തന്നെ ഞാനും ഉണരുക. അന്ന് നാദർഷ ഒക്കെ ഉണ്ടായിരുന്നു. കളിക്കൂട്ടുകാരാണ് ഞങ്ങൾ. നാദർഷയുടെ ലളിതഗാനങ്ങളൊക്കെ റേഡിയോയിൽ അന്ന് വന്നിട്ടുണ്ട്. അന്ന് ആ സമയത്തും റേഡിയോ 2 വീട്ടിലേ ഉള്ളൂ. നാദർഷയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും. അപ്പോൾ ഈ 2 വീട്ടിലും റേഡിയോ ഉള്ളതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ അവിടെ വരും. ദേശീയ നാടകോത്സവം കേൾക്കാനും പിന്നെ ഇലക്ഷൻ പ്രചരണങ്ങൾ കേൾക്കാനും അവിടെ നിറച്ച ആൾക്കാർ ഇങ്ങനെ കൂടിയിരിക്കും. അത് വളരെ സന്തോഷകരമായ ഒരു ആനന്ദകരമായ ഇതായിരുന്നു. ഞങ്ങൾക്ക് കപ്പലിൻ്റെ മിഠായി കുടിച്ചിട്ടുണ്ട് ആൾക്കാർ. വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ ഉപയോഗിക്കുന്നൊരു മനുഷ്യനാണല്ലോ. പല മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ള, നാടകത്തിലായാലും ചിത്രകലയിലായാലും കവിതയിലായാലും. എങ്ങനെയായിരുന്നു സുധാംശു എന്ന് പറയുന്നൊരു കലാകാരൻ്റെ ഉത്ഭവം? ഏതായിരുന്നു ആദ്യം തുടങ്ങിയ ഒരു മീഡിയം? എന്തായിരുന്നു? എങ്ങനെയാണ് ഈ ഒരു സ്ട്രീമിലേക്ക്, ഈ ഒരു ഒഴുക്കിലേക്ക് വന്നപ്പെടുന്നത്? അത് പറയുമ്പോൾ തീർച്ചയായിട്ടും നാടകങ്ങൾ തന്നെയാണ്. ഞാൻ പകർത്തി എഴുതാൻ വിദഗ്ധനായിരുന്നു, എഴുത്തിൽ വിദഗ്ധനായിരുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് എന്നെ ക്ലബിലെ ആൾക്കാരെന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് CL ജോസിൻ്റെ നാടകങ്ങൾ പകർത്തി എഴുതാൻ എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഈ പകർത്തിയെഴുത്ത്, ഈ എഴുത്തിലൂടെ ഞാൻ പതുക്കെ മെല്ലെ സ്കൂളിലെ ഓട്ടോഗ്രാഫുകൾ എഴുതാൻ തുടങ്ങി. ഓട്ടോഗ്രാഫ് ഞാൻ കുറച്ച് നല്ല രീതിയിൽ വായിച്ചു പോകുമായിരുന്നു. പഴയ ആൾക്കാർ കവിതകൾ, ഉള്ളൂർ, വള്ളത്തോട്, ചങ്ങമ്പുഴ, ഈ കവിതകൾ വായിക്കുന്നതോടൊപ്പം തന്നെ ഈ ഇതിലെ വരികൾ ഞാൻ എടുത്തിട്ട് ഈ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കും. അപ്പോൾ വളരെ വ്യത്യസ്തമാണ് എൻ്റെ ഓട്ടോഗ്രാഫ് രീതി. ചങ്ങമ്പുഴയുടെയും ഉള്ളൂരിൻ്റെ വള്ളത്തോളിൻ്റെ സാധനങ്ങൾ കട്ട് ചെയ്തിട്ട് ഈ ഓട്ടോഗ്രാഫിൽ എഴുതി കൊടുക്കുക. 25 പൈസ വെച്ച് വാങ്ങും ഞാൻ. അങ്ങനെ പല സീനിയർ പിള്ളേർക്കും ഞാനിങ്ങനെ എഴുതി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മാത്രമല്ല, ലവ് ലെറ്റർ വരെ എഴുതി കൊടുത്ത് 25 പൈസ വാങ്ങുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നീടാണ് തെരുവ് നാടകത്തിൽ വന്നത്. ഞാൻ അത് 6ാം ക്ലാസ്സിൽ വെച്ചാണ് തെരുവ് നാടകത്തിൽ അഭിനയിക്കുന്നത്. ഈ ബാലാനന്ദൻ്റെ 2 മക്കളും ഞങ്ങളെ കൂടി ചേർന്നിട്ട് അഭിനയിച്ചൊരു തെരുവ് നാടകം കളമശ്ശേരിയിൽ. അത് ബാലസംഘത്തിൻ്റെ പേരിലായിരുന്നു. ഞങ്ങൾ കുഞ്ഞു മക്കൾ. ഇതിലാണ് ഞാൻ നാടകം അഭിനയിക്കുന്ന കാര്യത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് 8ാം ക്ലാസ്സിൽ എനിക്കൊരു സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഡയറക്റ്റ് ചെയ്യണ നാടകം. അതിൽ 10ാം ക്ലാസ്സുകാരെയൊക്കെ ഞാൻ തോൽപ്പിച്ച് കളഞ്ഞു. ബെറ്റ് വെച്ച് ഞങ്ങൾ കുഞ്ഞുങ്ങൾ, 8ാം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾ അവിടെ പ്രൈസ് വാങ്ങി. തുടർച്ചയായിട്ട് 9ഉം 10ഉം ഞാൻ തന്നെയായിരുന്നു അവിടെ നാടകത്തിൽ വിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ കളമശ്ശേരി ITIയിലും പിന്നെ സെൻറ്റ് പോൾസ് കോളേജിലും
തുടങ്ങിയ സ്കൂളുകളിലൊക്കെ എന്നെ വന്നിട്ട് നാടകം ചെയ്യാൻ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. അത് നിക്കറിട്ടാണ് ഞാൻ നാടകം ചെയ്യാൻ പോകാറ്. അവരൊക്കെ അവിടെ ചെല്ലുമ്പോഴൊക്കെ മാഷേ സാറുമാർ എന്നെ മാഷയെന്ന് വിളിക്കണം നാടകം ചെയ്യുന്നതുകൊണ്ട്. കുട്ടികളൊക്കെ മാഷയെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു വലിയ കാര്യം കിട്ടും. അപ്പം എങ്ങനെയാണ് അവരുടെ മുമ്പിൽ നിൽക്കേണ്ടത് നോക്കുമ്പോൾ ഞാൻ മുറുക്കാൻ തുടങ്ങി. മുറുക്കലൊക്കെ നിക്കറിട്ട് ഞാൻ മുറുക്കി, മൂക്കുപ്പൊടിയാവാം, നാടക മാഷാണല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ പതുക്കെ അങ്ങനെ ഇതിലേക്ക് വരികയും ആ സമയത്ത് തന്നെ സിനിമ പാട്ടുകളുടെ കാസറ്റുകൾ അത് പകർത്തി എഴുതി കൊടുത്താൽ മതി, അത് 100 രൂപയോ ഒക്കെ കിട്ടും. സഖി ബുക്സാണ്, അത് സഖി പ്രിൻറ്റിങ്ങാണ്, ആ ടീമാണ് ഇറക്കിക്കൊണ്ടിരുന്നത് കോട്ടയത്ത് നിന്ന്. എനിക്കത് കിട്ടുമായിരുന്നു. അങ്ങനെ ആ പാട്ടുകൾ ഞാൻ പകർത്തി എഴുതുകയും സഖിവാരികയായിട്ട് എനിക്ക് ബന്ധം വരികയും അതിൽ കവിതകളും കഥകളും എഴുതാൻ തുടങ്ങി. അതിനുശേഷം മംഗളത്തിൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ കടന്നു പോയപ്പോഴാണ് 10ാം ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞപ്പോഴാണ് വിചാരണ മാസിക തുടങ്ങുന്ന വിവരം അറിയുന്നത്. അങ്ങനെ ബാബു കുഴിമറ്റത്തിൻ്റെ റൂമിൽ തങ്ങുകയും ജയറാം തോപ്പിലും ബാബു കുഴിമറ്റമാണ് എഡിറ്ററും മാനേജിങ് എഡിറ്ററുമായിരുന്നു നിന്നത്. ആ ടീമിൻ്റെ ഒക്കെ നിൽക്കുന്ന ആ സമയത്താണ് മനുഷ്യച്ചങ്ങല ഉണ്ടാകുന്നത്. ആ മനുഷ്യച്ചങ്ങല ഞാൻ നാടകം ചെയ്തു, ആലുവ മുതൽ കളമശ്ശേരി വരെയൊക്കെ. ഇത്തരം ഗ്രാമസ്ഥലങ്ങളിൽ ഞാൻ ചിപ്കോ എന്ന് പറഞ്ഞ നാടകം ഇങ്ങനെ ചെയ്തു കിടന്നു. ചിപ്കോ അത് പി ചന്ദ്രൻ മാസ്റ്റർ അങ്ങനെ എഴുതിയ നാടകമാണ്. യുവതാരയിൽ എനിക്ക് കിട്ടിയ സ്ക്രിപ്റ്റാണത്. അതങ്ങനെ ചെയ്തു പോയി. വിചാരണ മാസിക തുടങ്ങുന്നതുകൂടി തന്നെ എനിക്ക് സാഹിത്യ മേഖലയും കലാരംഗത്തുള്ള അതിപ്രഗത്ഭരായ പ്രതിഭകളായിട്ട് എനിക്ക് നല്ല ബന്ധം വന്നു. അതായത് കാക്കനാടൻ, രാജൻ കാക്കനാടൻ, അരവിന്ദൻ, ജോൺ അബ്രഹാം, നമ്മുടെ നവാബ് രാജേന്ദ്രൻ തുടങ്ങിയ അനവധി പ്രതിഭകളായിട്ടും പ്രശസ്തരായ ആൾക്കാരുമായിട്ട് എനിക്ക് അടുത്തിടപെടാൻ പറ്റി. അവർക്ക് ഞാൻ വേണ്ട സാമഗ്രികളൊക്കെ വാങ്ങിക്കൊടുക്കുന്നൊരു പയ്യനായിരുന്നു. സൈക്കിളും ചവിട്ടി സാധനങ്ങൾ വിപ്ലവരിഷ്ടം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നൊരു പയ്യനായിരുന്നു ഞാനന്ന്. വിപ്ലവരിഷ്ടം എന്ന് വെച്ചാൽ അന്ന് ചാരായ ഷാപ്പിൽ കിട്ടുന്നൊരു ചാരായത്തോടൊപ്പം ഒഴിച്ചു കഴിക്കുന്ന ഒരു അരിഷ്ടമാണ്. നല്ല പേരാണ് വിപ്ലവരിഷ്ടം. അത് പിന്നീട് ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര അതിന് വലിയൊരു ഹരം തോന്നുന്നുണ്ട്. വിപ്ലവരിഷ്ടം രാജൻ കാക്കനാടാണ് ഏറ്റവും കൂടുതൽ വിപ്ലവരിഷ്ടം കഴിച്ച ഞാൻ കണ്ടേക്കണേ. പിന്നെ കണ്ടതൊക്കെ നമ്മുടെ സുഹൃത്ത് ജോൺ വിപ്ലവരിഷ്ടം കഴിക്കുമായിരുന്നു. പിന്നെ ഞാൻ PhD എടുക്കാൻ വേണ്ടിയിട്ട് വയലാറിൻ്റെ കൃതികൾ ചലച്ചിത്രഗാന സാഹിത്യം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ വയലാർ ചലച്ചിത്രഗാന സാഹിത്യത്തിൽ പ്രതിഭ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി തുടങ്ങിയത്. പിന്നെ കഥകളും കവിതകളും അങ്ങനെ എഴുതുമായിരുന്നു അന്ന്. പക്ഷേ വളരെ സീരിയസ് ആക്കിയില്ല. എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏറ്റവും പ്രശസ്തരായ ആൾക്കാരുടെ കഥകളും കവിതകളും വായിച്ചാണ് പ്രേരണയിൽ വരുന്ന കഥകൾ. വളരെയധികം നക്സലൈറ്റുകാരുടെ മാഗസീനാണ്, അതൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു അന്ന്. പ്രേരണ അത്തരം സാധനങ്ങൾ ഞാൻ വായിച്ചു തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അന്ന സമയം. അതിൽ വരുന്ന കൃതികളൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പിന്നെ എഴുതാൻ തോന്നില്ല. അത്ര ശക്തമായ രീതിയിലുള്ള സൃഷ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭയങ്കരമായ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ് കവിതാ രംഗത്ത്. ഗദ്യപരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് പ്രാസവും മഞ്ചരിയും വൃത്തത്തിലാണ് കവിത എഴുതിക്കൊണ്ടിരുന്ന ആൾക്കാർ. അന്ന് അധ്യാപകരോ സംസ്കൃതം അറിയുന്ന പാണ്ഡിത്യമുള്ള ആൾക്കാരൊക്കെയാണല്ലോ കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് ഇന്ന് പാടത്ത് പണിയെടുക്കുന്നവരും ആദിവാസികളും തുടങ്ങി തൊഴിൽ മേഖലയിലുള്ളവർ കവിത എഴുതാൻ തുടങ്ങി. അത് നല്ല ഗദ്യത്തിൽ. അതാണ് ഒരു വിപ്ലവം നടന്നത്, കവിതാരംഗത്ത് വിപ്ലവം നടന്നത്. ഇവരൊക്കെ അട്ടിമറിക്കപ്പെട്ട് പ്രാസവും മഞ്ചേരിയൊക്കെ അറബിക്കടലിൽ കൊണ്ട് ഒഴുക്കി ആൾക്കാർ. ഇതാണ് സംഭവിച്ചത്. കവിതാരംഗത്തെ ബ്രാഹ്മണിക സാധനം പൊളിച്ച് കളഞ്ഞിട്ടുള്ള എഴുത്തുകളായിരുന്നു പിന്നീട് കണ്ടുകൊണ്ടിരുന്നത്. അതിഗംഭീരമായിട്ട് ഗദ്യത്തിൽ പ്രതിഭകളെ തന്നെ ആവശ്യപ്പെടുന്നത് ഒരു കാലഘട്ടമാണ്. ഒരു വിപ്ലവകാരികൾ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ കാലഘട്ടത്തിന് അനിവാര്യമായിരുന്നു. ഒരു കവിത വായിക്കട്ടെ. ഒടുക്കം. കടലെടുക്കാത്ത ഒരു കവിയും ഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടില്ല. ആർത്തലച്ച തിരകൾ ഒരു വരിയും നനച്ചിട്ടില്ല. ഉപ്പു പുതച്ച അവൻ്റെ നാവ് ഭീമാകാരമായ തിമിംഗലങ്ങളെ കവിതകളിൽ വലിച്ചിടും. അന്ന് കടൽ കവികളെ കൊണ്ട് നിറയും. പണ്ട് വിപ്ലവകാരികളുണ്ടായിരുന്നു, കാരണം അത് അനിവാര്യമായിരുന്നു. ഇന്ന് വിപ്ലവക്കാരില്ല, ഇന്ന് രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ഓർത്തു വെക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ആ മൂർധന്യാവസ്ഥയിൽ നിന്നത് നവാബ് രാജേന്ദ്രൻ തന്നെയായിരുന്നു. നവാബ് രാജേന്ദ്രൻ്റെ കാർഡുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അഡ്രസ്സ് എഴുതിയേക്കുന്നത് എങ്ങനെയെന്നറിയോ? നവാബ് രാജേന്ദ്രൻ, കോടതി വരാന്ത, എറണാകുളം. ഇത്രയേ ഉള്ളൂ. ഈ മനുഷ്യർ കൃത്യമായിട്ട് കാർഡ് അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അയാൾ കോടതി വരാന്തയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. ബാക്കിയുള്ള നാടകക്കാരോ സിനിമാക്കാരൊക്കെ കിടന്നുറങ്ങണത് ഓരോരുത്തരോ ലോഡ്ജ് മുറിയിലോ എല്ലാ സ്ഥലങ്ങളിലായിരുന്നു. ഈ നവാബ് കിടന്നുറങ്ങണതൊക്കെ ഈ കോടതി വരാന്തയിലോ പെട്ടിക്കടയിലൊക്കെ വരാന്തകളിലൊക്കെ കിടന്നുറങ്ങിക്കൊണ്ടേ.
എപ്പോഴും അയാളുടെ കേസ് കെട്ടേണ്ട ഒരു സൂട്ട് കേസ് ഉണ്ടാവും. ഇയാളെ അടിയന്തരാവസ്ഥ കാലത്ത് അത്രയധികം മർദ്ദിച്ചിട്ടുണ്ട്. അതൊക്കെ എന്നോട് പറയുമായിരുന്നു ആ മനുഷ്യൻ. എങ്ങനെയൊക്കെയായിരുന്നടാ എന്നെ തല്ലിയതെന്നും ഒക്കെ പറയുമായിരുന്നു ആ കക്ഷി. രാഷ്ട്രീയവും ചരിത്രവും എല്ലാം പറയുമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജീവിച്ചതും അതിനു മുമ്പുള്ള ആൾക്കാർ എങ്ങനെയൊക്കെയായിരുന്നു ജീവിച്ചിരുന്നതെന്നും എന്നോട് കൃത്യമായി പറഞ്ഞതൊരു മനുഷ്യനാണ് നവാബ്. അപ്പോൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങളും അത്തരത്തിലുള്ള ഒരുപക്ഷെ നവാബിനെ പോലെ അയ്യപ്പനെ പോലെയുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ഇപ്പം സുധാംശു ചെയ്യുന്നൊരു ജീവിത രീതി ഉണ്ടല്ലോ, ഒരു ബൊഹീമിയൻ ജീവിത രീതി, ഒരു സ്ഥലങ്ങളില്ലാതെ യാത്രകൾ, അങ്ങനെ ഒരു കാര്യത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ആ ജീവിത രീതിയെക്കുറിച്ച് തന്നെ എന്താണ് പറയാനുള്ളത്? ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കാതെ യാത്ര ചെയ്യുന്ന, ഒഴുകുന്ന ഒരു ജീവിത അത് ഞാൻ ഏറ്റവും കൂടുതൽ വീടുകളിലൂടെ സഞ്ചരിച്ചവനാണ് ഞാൻ. ഒരുപാട് അടുക്കള എനിക്കറിയാം, ഒരുപാട് ആൾക്കാരുടെ വരാന്തകൾ എനിക്കറിയാം. ഞാൻ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, എടാ നമ്മളെ വീടുകളിലല്ല, അത് അയ്യപ്പനെ പറഞ്ഞു, വീടുകളിലല്ല നമ്മൾ തെരുവുകളിലാണ് ജീവിക്കേണ്ടത്. അപ്പോൾ തെരുവ് നമ്മളെ ഏറ്റെടുക്കും. വീടുകളിൽ ജീവിച്ചാൽ അവിടെ നമ്മൾ ഒതുങ്ങിപ്പോവും, ഓരോ വീടുകളിൽ ഒതുങ്ങിപ്പോവും. നിനക്കെന്ത് പറ്റും? പട്ടിണി കിടക്കാൻ പറ്റുമോ? ചിലപ്പോൾ പട്ടിണി കിടക്കാൻ വരും. പക്ഷേ തെരുവ് നിന്നെ ഏറ്റെടുക്കും. തെരുവിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രചോദനം കിട്ടും. എന്തെങ്കിലുമൊക്കെ കളഞ്ഞു കിട്ടൂടാ, കഥയായിട്ടും കവിതയായിട്ടും കളഞ്ഞൊക്കെ കിട്ടും എന്ന് പറഞ്ഞത് അയ്യപ്പനാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് വീടുകളിൽ കിടക്കൽ ഭയങ്കര മോശമാണ് ആ ചങ്ങാതി എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഇതുപോലെ വീടുകളല്ല, മറിച്ച് തെരുവ് തന്നെയാണ്. ഞാനിപ്പോൾ കുറേ കാലമായിട്ടൊരു 3 വർഷമായിട്ട് ഞാൻ കോഴിക്കോടാണ്. ഈ കോഴിക്കോട് ഞാൻ താമസിക്കുമ്പോൾ ഞാൻ ഉണരുന്നത് നിങ്ങളുടെ ആകാശവാണിയെ കണി കണ്ടാണ്. കണി കാണുക എന്ന് വെച്ചാൽ ഞാൻ ഈ ബീച്ചിലാണ് കിടക്കാറ്. ഈ ബീച്ചിൽ കിടന്നിട്ട് ഞാൻ നോക്കുന്ന ആകാശവാണിയെ കണ്ടുകൊണ്ടാണ് ഉണരുന്നത്. ഒരു മുറിയുടെ അകത്ത് കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടും സുഹൃത്തെ. മുറികൾ അതൊരു ശവക്കല്ലറ പോലെയാണ്, തണുത്ത ശവക്കല്ലറ. കവിയും നാടകപ്രവർത്തകനും സംവിധായകനുമായ സുധാംശുവുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ കേട്ടത്. ശേഷം ഭാഗം നാളെ ആർട്ട് കഫേയിൽ. നിർവഹണ സഹായം ആദിത്യൻ SS. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.